OLXന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ പ്രതിയുടെ വാർത്തയിലേക്കാണ്. സൈനികരുടെ പേരിൽ നവമാധ്യമങ്ങൾ വഴി വ്യാപക തട്ടിപ്പെന്ന് പരാതി. സൈനികന്റെ പേരിലുള്ള പരസ്യം കണ്ട് വീട്ടുപകരണങ്ങൾ വാങ്ങാൻ ഇറങ്ങിത്തിരിച്ച മണ്ണാർക്കാട് സ്വദേശി അധ്യാപികയ്ക്ക് പണം പോയി. സ്ഥലം മാറിപ്പോകുന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ വീട്ടുപകരണങ്ങൾ ആകർഷകമായ വിലയിൽ വിൽക്കാനുണ്ടെന്ന് കാണിച്ച് OLXൽ നൽകിയ പരസ്യം കണ്ടാണ് അധ്യാപിക ബന്ധപ്പെട്ടത്. സാധനങ്ങളുടെ ആകെ വിലയുടെ 15% പണം അയച്ചു നൽകുകയും ചെയ്തു. വിശ്വാസ്യതയ്ക്ക് സൈനിക ഉദ്യോഗസ്ഥന്റെ ID കാർഡ് അടക്കം കാണിച്ചുകൊണ്ടായിരുന്നു തട്ടിപ്പ്. എല്ലാം സൈനികരുടെ ID പ്രൂഫ് എനിക്ക് അയക്കുന്നു, ആർമി കമാൻഡന്റാന്ന് പറയുന്നു, പിന്നെ ആർമി ചീഫിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അയക്കുന്നു. അങ്ങനെ എല്ലാം ഇന്ത്യൻ ആർമിയുടെ എല്ലാം വെച്ചിരിക്കുന്നത്. സൈബർ സെല്ലിൽ എൻ്റെ കാര്യങ്ങൾ അതൊക്കെ അവരൊന്ന് ചോദിച്ചെടുത്തിട്ടുണ്ട്. അത്രമാത്രം ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. പണം നൽകിയ ശേഷം സാധനം വീട്ടിലെത്താൻ ഇനിയും പണം നൽകണമെന്നായി. അപ്പോഴാണ് കള്ളി വെളിച്ചത്താകുന്നത്. ഇപ്പോൾ പണവുമില്ല, സാധനവുമില്ല. രാവിലെ 10% എന്ന് പറയുക, പിന്നെ വീണ്ടും പറയുക. അപ്പം ഞാൻ വീണ്ടും ആ സോൾജർ എന്ന് പറഞ്ഞ ആ ചങ്ങാതിയെ വീണ്ടും ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അക്കൗണ്ടിലേക്ക് കടമെടുക്കൂ, എന്നിട്ട് മാഡം ഇതിലേക്ക് അയച്ചു തരൂ, ഞങ്ങൾ അപ്പം തന്നെ വേണമെങ്കിൽ തിരിച്ചയച്ചു തരാം. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ സാറ് തന്നെ എനിക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരൂ. താൻ പറ്റിക്കപ്പെട്ടുവെങ്കിലും ഇനി മറ്റാരും കുരുക്കിലാകാതിരിക്കാനാണ് ഈ തുറന്നു പറച്ചിലെന്നാണ് അധ്യാപിക പറയുന്നത്. 24 പാലക്കാട്.